ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 24 രാവിലെ പേട്ട റെയിൽവേ ബ്രിഡ്ജിന് സമീപത്തായി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഒരു ഡെഡ് ബോഡി കിട്ടുകയാണ്. വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ IB ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന മേഘ മധുസൂദനൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീന്റെ ഡെഡ് ബോഡി ആയിരുന്നു ആ കിട്ടിയത്. പെൺകുട്ടിയുടെ അച്ഛൻ മധുസൂദനൻ ഒരു റിട്ടയർഡ് പ്രിൻസിപ്പൽ കൂടിയാണ്. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ചെയ്യുന്ന ഒരു ITIയുടെ റിട്ടയർഡ് പ്രിൻസിപ്പൾ ആണ്. അദ്ദേഹത്തിന്റെ ഒറ്റ മകൾ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇപ്പൊ ഈ പെൺകുട്ടീന്റെ നീതിക്ക് വേണ്ടി ഇപ്പം പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ തട്ടിയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ മൊഴിയിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ ഇതൊരു ആത്മഹത്യയാണെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ കാരണം ആർക്കും അറിയില്ല. കാരണം പ്രഥമ ദൃഷ്ടിയിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺസും ഇല്ല. അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു നല്ല കുടുംബത്തിൽ ഒരൊറ്റ മോളായിട്ട് ജനിച്ച അത്യാവശ്യം നല്ലൊരു ജോലിയുള്ള ഒരു പെൺകുട്ടി. അന്നേരം എന്താണ് പെട്ടെന്ന് ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്ന് ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഈ മേഘ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫോൺ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഫോൺ കോൾ. ഈ കോൾ ചെയ്തതിന് ശേഷം ആ ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഈ കടുങ്കൈ ചെയ്യുന്നത്. അപ്പോഴും ഈ മരണത്തിന്റെ ദുരൂഹത ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് കാരണം? ഈ ഒരു മരണം നടന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ മേഘന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ അക്കൗണ്ട് ബാലൻസ് കണ്ട് പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ഏതാണ്ട് 80 രൂപയോളം മാത്രമാണ് അതിനകത്ത്. ഇത്രയും ഒരു നല്ല ജോലി ചെയ്യുന്ന അത്യാവശ്യം 19,000 രൂപ സാലറി മേടിക്കുന്ന ഒരു പെൺകുട്ടീന്റെ അക്കൗണ്ടിൽ വെറും 80 രൂപ. ഇത് എങ്ങോട്ട് പോയി? ഈ പൈസയൊക്കെ എവിടെ പോയി? ആ ഒരു അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ പെൺകുട്ടീന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ മൊത്തം പോയേക്കുന്നത് സുഗാന്ത് എന്ന് പറയുന്ന മറ്റൊരു IB ഓഫീസറിന്റെ അക്കൗണ്ടിലോട്ടാണ്. ഈ സുഗാന്ത് ഈ പെൺകുട്ടീന്റെ കാമുകനാണ്. അത് വേറെ വീട്ടിൽ അറിയാവുന്ന കാര്യമാണ്. ഈ പെൺകുട്ടി മരിച്ച ശേഷം ഈ സുഗാന്ത് ഈ പെൺകുട്ടീന്റെ വീട്ടിൽ വന്ന് ഒരു കരച്ചിൽ ഡ്രാമയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞ്. ഇനി എങ്ങനെയാണ് സുഗാന്തും ഈ പെൺകുട്ടിയും റിലേഷൻഷിപ്പിലായതെന്ന് നമുക്ക് നോക്കാം. സുഗാന്തും ഒരു IB ഓഫീസറാണ്. ഈ മരിച്ച മേഘയും സുഗാന്തും ഈ പെൺകുട്ടീന്റെ അമ്മയ്ക്ക് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്, താല്പര്യമില്ല എന്നുള്ള തരത്തിൽ. അവിടെയും ഇവൻ കളിച്ചൊരു കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വയമേ ഇതിനകത്ത് അങ്ങ് പിന്മാറുമല്ല, ആരുടെയോ നിർബന്ധം മൂലം ഞാൻ പിന്മാറാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കൂ, ഞാൻ ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ്. അപ്പൊ അത്രയും കണ്ണിങ് ആയിട്ടാണ് ഇവൻ മെസ്സേജസ് വരെ അയച്ചിട്ടുള്ളത്. പിന്നെ ഈ മെസ്സേജ് അയച്ചതിന് ശേഷം ഇവൻ പിന്മാറാൻ തയ്യാറാണെന്ന് മെസ്സേജ് അയച്ചതിന് ശേഷവും ഇവൻ ഈ പെൺകുട്ടീന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്. ഇവൻ ഈ പെൺകുട്ടിയുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പെൺകുട്ടിയുമായിട്ട് ഇവൻ പോയിട്ടുണ്ട്. അതിന്റെ എല്ലാം തെളിവുകൾ കിട്ടിയിരിക്കുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. ഈ പല സ്ഥലങ്ങളിൽ ഈ ബാങ്കിൽ നിന്ന് പൈസ പേ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇവനെതിരെ ഇതുവരെ 2 വകുപ്പുകൾ മാത്രം ചുമത്തിയായിരുന്നു കേസെടുത്തത്. ബലാത്സംഗവും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയും. എന്നാൽ ഇപ്പോ 2 വകുപ്പുകൾ കൂടി ഇവന്റെ പേരിൽ ആടാക്കിയിട്ടുണ്ട്. ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, അതും അതുപോലെ തന്നെ പണം തട്ടിയെടുക്കൽ. മൊത്തം 4 വകുപ്പുകൾ ഇപ്പൊ ഇവന്റെ പേരിലുണ്ട്. ഇനി നാളെയാണ്, മൺഡേ ആണ് ഹൈക്കോർട്ട് ഇവന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അപ്പൊ പോലീസ് ഇതുവരെ കളക്ട് ചെയ്ത എവിഡൻസ് എല്ലാം വെച്ചിട്ട് കോടതിയിൽ ഹാജരാകും. അത് വെച്ചിട്ടായിരിക്കും ഇവന് ബെയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുന്നത്. എന്താണെങ്കിലും ഇവനും കുടുംബവും ഇപ്പോൾ ഒളിവിലാണ്. ഇപ്പൊ പോലീസിന് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഫാമിലിയും ഒരുമിച്ചല്ല ഒളിവിൽ പോയിരിക്കുന്നത്. രണ്ടും 2 വഴിക്കാണ് ഒളിവിൽ പോയിരിക്കുന്നതാണ്. ഇവന്റെ ഫാമിലിയും കൂടെ ഒളിവിൽ പോയ സാഹചര്യത്തിൽ ഇവന്റെ വീട്ടിൽ കുറേയോളം പശുക്കളും അതുപോലെ കുറെ കോഴിയും റോട്ട് വീലർ എണ്ണത്തിൽപ്പെട്ട എന്തൊരു പട്ടിയും ഇങ്ങനെ കുറെ ജീവികൾ ഇവന്റെ വീട്ടിലുണ്ട്. ഇവറ്റകളെല്ലാം കുറച്ച് ദിവസം നാട്ടുകാരായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പൊ അത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് ഇപ്പം ഇതുവരെ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടീന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ചിരുന്ന കുറെ പൈസ ഉണ്ട്, ഇനി അവിടെ നീതിക്ക് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കും, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയേണ്ടി വന്ന ഒരു അച്ഛന്റെ ദയനീയാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതുപോലുള്ള നാറികളെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഇവൻ കാരണം ഒരു പെൺകുട്ടീന്റെ ജീവിതം മാത്രമല്ല, പല പെൺകുട്ടികളുടെയും ജീവിതം ചിലപ്പോൾ നശിച്ചിട്ടുണ്ടാവാം. അത് വരും ദിവസങ്ങളിൽ തെളിയുമായിരിക്കാം. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് വരാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. ശരിയെങ്കിൽ